ഹലോ. അപ്പം IPL തുടങ്ങുന്നതിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. അപ്പോൾ CSK ലൈനപ്പിനെ പറ്റി നിർണായകമായിട്ടൊരു സൂചന നമുക്ക് CSKയുടെ തന്നെ ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം പുള്ളി മറ്റേ ക്യാപ്റ്റൻസ് മീറ്റിൽ പോയ ടൈമിൽ സ്റ്റാർ സ്പോർട്സിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അപ്പം അവിടുത്തെ ഹോസ്റ്റ് ചോദിച്ചു, ഇപ്പം നിങ്ങളുടെ പക്കൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഓപ്പണിങ്ങിന് ബാറ്റ്സ്മാൻമാരായിട്ട്. ഇപ്പം പുതിയതായിട്ട് സഞ്ജു വന്നിട്ടുണ്ട്, സഞ്ജു നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ ഋതുരാജ് പണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. കഴിഞ്ഞ സീസണിൽ ആയുഷ് മാത്രമേ ഓപ്പൺ ചെയ്തു. അപ്പം ആ കൂടെ തന്നെ ഉർവിൽ പട്ടേലും ഗുജറാത്തിനായിട്ട് ഒത്തിരി ഓപ്പണിംഗ് ഇറങ്ങിയിട്ടുള്ളൊരു ബാറ്റ്സ്മാനാണ്. അപ്പോൾ അങ്ങനെ ഒരു ലൈനപ്പിൽ നിങ്ങൾ ആരെയായിരിക്കും ഫസ്റ്റ് മാച്ച് മുതൽ ഓപ്പണിങ്ങിന് പരിഗണിക്കുക എന്നുള്ള ചോദ്യത്തിന് പുള്ളി ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്കറിയാവുന്ന പോലെ സഞ്ജു, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഞ്ജു ഒരു എൻഡിലുണ്ടായിരിക്കും. ആ കാര്യം നമുക്ക് കൺഫേം ആയിരിക്കും. അപ്പോൾ സഞ്ജു എന്തായാലും വൺ ഡൗണോ അങ്ങനെ പൊസിഷനിലേക്ക് മാറാനായിട്ട് മാനേജ്മെൻറ്റിനും താല്പര്യമില്ല. കാരണം ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിലും പുള്ളി ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തൊരു പൊസിഷനാണ് ഓപ്പണിംഗ് പൊസിഷൻ. അപ്പോൾ രാജസ്ഥാനായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ടൈമിൽ നമുക്കറിയാം പുള്ളി ഇടയ്ക്ക് ഓപ്പണിംഗ് ഇറങ്ങുമായിരുന്നു, ഇടയ്ക്ക് വൺ ഡൗൺ ഇറങ്ങുമായിരുന്നു. പക്ഷേ ഇവിടെ പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു പൊസിഷൻ തന്നെ അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്, ഓപ്പണിംഗ് പൊസിഷൻ. അപ്പോൾ പുള്ളിക്ക് പാർട്ണറായിട്ട് ആരാണ് വരാൻ പോകുന്നത്? അപ്പം ഋതുരാജ് പറഞ്ഞ പോലെ തന്നെ ഋതുരാജ് തന്നെയായിരിക്കും പുള്ളിക്ക് പാർട്ണറായിട്ട് ഒരു എൻഡിൽ വരിക എന്നാണ് പുള്ളി കൺഫേം ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മികച്ചൊരു പാർട്ണർഷിപ്പാണ് സഞ്ജുവിനും ഋതുരാജിനും കൂടെ കിട്ടാൻ പോകുന്നത്. അതായത് ഒരു എൻഡിൽ നിന്ന് എന്തായാലും നമുക്ക് സഞ്ജു അറ്റാക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. മറ്റേ എൻഡിൽ ഋതുരാജ് നന്നായിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അടിച്ചു കളിക്കാൻ പറ്റിയ ഒരു ബാറ്റ്സ്മാനായിട്ടാണ് ഋതുരാജിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എൻഡിൽ നിന്നും വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ചെന്നൈക്ക് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൺ ഡൗൺ ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും ആയുഷ് മാത്രമേ തന്നെയായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പം പുള്ളിയുടെ ആദ്യത്തെ കളിയിൽ തന്നെ, പുള്ളി ഡെബ്യൂ ചെയ്ത ആദ്യത്തെ കളി തന്നെ പുള്ളി വൺ ഡൗൺ ആയിട്ടായിരുന്നു കളിച്ചത്. എനിക്കൊന്ന് 15 ബോളിൽ 31 റണ്ണോ അങ്ങനെ എന്താണ് പുള്ളി അന്ന് ആ കളിയിൽ എടുത്തത്. അപ്പം എന്തായാലും CSKക്ക് ഞാൻ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബാറ്റിംഗ് ഇത്തവണ ഒരു തലവേദനയായിട്ട് തോന്നുന്നില്ല. പക്ഷേ അവർ സൂക്ഷിക്കേണ്ട ഒന്നിരിക്കുന്നു ബോളിങ്ങിൽ എങ്ങനെ ഡെലിവറി ചെയ്യുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും CSKയുടെ ഈ ടൂർണമെൻറ്റിലെ മുന്നോട്ടുള്ള പോക്ക്. അപ്പം കൂടുതൽ അപ്ഡേറ്റുമായിട്ട് ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.